ഹലോ, ഒപ്പം വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ടാണ്. നിമിഷം ആദ്യം ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് ചാനൽ. ആദ്യ കളക്ഷൻ നമ്മുടെ മിണ്ടിയും പറഞ്ഞു എന്ന് പറഞ്ഞ ഉണ്ണിമുകുന്ദൻ സിനിമേന്റെയാണ്. ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടാണ് സിനിമ റിലീസിന് വന്നത്. സിനിമയിൽ 4 ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 3 ദിവസം കൊണ്ട് 18.80 ലക്ഷമാണ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. 4-ാം ദിവസം ഞായറാഴ്ച സിനിമയ്ക്ക് 5 ലക്ഷമാണ്. അങ്ങനെ ടോട്ടലി സിനിമയ്ക്ക് 4 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് 23.80 ലക്ഷമാണ് ഓപ്പണിംഗ് കാണാൻ സാധിക്കുന്നത്. ഒരു ഡിസാസ്റ്റർ ഓപ്പണിംഗ് ആയി മാറുകയാണ്. മറ്റൊരു ഷെയ്ൻ നിഗം സിനിമയാണ് ഹാൽ എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ 4 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ 3 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 33.20 ലക്ഷമാണ് കളക്ഷൻ. ഞായറാഴ്ച ദിവസം 4-ാം ദിവസം 14 ലക്ഷമാണ് സിനിമയുടെ കളക്ഷൻ. ടോട്ടൽ സിനിമ 4 ദിവസം കൊണ്ട് 47.20 ലക്ഷത്തിലോട്ട് പോവുകയാണ്. ഈ സിനിമയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും വളരെ മോശമായ ഒരു ഓപ്പണിംഗ് തന്നെയാണ് നമ്മുടെ ഷെയ്ൻ നിഗത്തിന്റെ ഹാൽ എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. മറ്റൊരു സിനിമയാണ് ആഘോഷം എന്ന് പറഞ്ഞ സിനിമ. ആഘോഷം സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 4 ദിവസമായിരിക്കുകയാണ് സിനിമ തിയേറ്റർ റിലീസിന് വന്നത്. നരനൊക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. നരൻ, അതുപോലെ തന്നെ അജു വർഗീസ്, വിജയ് രാഘവൻ. എന്തായാലും പടത്തിന്റെ ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിലും കേരളത്തിലെ സിനിമയ്ക്ക് കഴിഞ്ഞ 4 ദിവസം കൊണ്ട് 24.50 ലക്ഷമാണ് സിനിമയ്ക്ക് ഓപ്പണിംഗ് കാണാൻ സാധിക്കുന്നത്. 4 ദിവസം കൊണ്ട് മറ്റൊരു ഡിസാസ്റ്റർ ഓപ്പണിംഗ് ആയി മാറുകയാണ് നമ്മുടെ നരന്റെ ആഘോഷം എന്ന് പറഞ്ഞ സിനിമ. മറ്റൊരു സിനിമയാണ് ലാലേട്ടന്റെ വിരുഷഭ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ലാലേട്ടന്റെ മറ്റൊരു തെലുങ്ക് സിനിമയാണ്. അങ്ങനെ ഈ വർഷം അവസാനിക്കുമ്പോൾ ലാലേട്ടൻ്റെ ഒരു ദുരന്തമായിട്ടാണ് പോകുന്നത് 2025. കാരണം സിനിമേന്റെ കളക്ഷൻ 4 ദിവസത്തെ കേരളത്തിൽ 89 ലക്ഷമാണ്. 1 കോടി പോലും കാണുന്നില്ല കഴിഞ്ഞ 4 ദിവസമായിട്ട് പോലും സിനിമ കേരളത്തില്. അതുപോട്ടെ വേൾഡ് വൈഡ് പരിശോധിക്കുകയാണെങ്കിൽ അതിലും വലിയ കോമഡിയാണ്. 4 ദിവസമായിട്ട് സിനിമ കേരളത്തിലല്ല, വേൾഡ് വൈഡ് 1.54 കോടി മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഒരേ സമയത്ത് ഹിന്ദി, കന്നഡ, തെലുങ്ക് ഭാഷകളിൽ റിലീസിന് വന്നതാണ്. മലയാളം ഉൾപ്പെടെ തമിഴ് മാത്രമാണ് സ്കിപ്പ് ചെയ്തത്. എന്നിട്ട് പോലും സിനിമയ്ക്ക് 2 കോടി പോലും തികച്ചു കാണുന്നില്ല. മറ്റൊരു തമിഴ് സിനിമയാണ് നമ്മുടെ സിറൈ എന്ന് പറഞ്ഞ സിനിമ. സിനിമേന്റെ 4 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കാൻ നമുക്ക് സിനിമയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് 4.45 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. നല്ലൊരു ഓപ്പണിംഗ് കാണുന്നുണ്ട് തമിഴ്നാട്ടിൽ. പിന്നെ സിനിമേന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ നോക്കുകയാണെങ്കിൽ 44 ലക്ഷമാണ് ഇന്ത്യന്റെ മറ്റു ഭാഗത്തേക്കായിട്ട് സിനിമ നേടിയത്. ഇനി ഓവർസീസ് ആണ്. ഇന്ത്യന്റെ വെളിയിൽ സിനിമയ്ക്ക് എത്ര കോടിയാണ് കളക്ഷൻ കാണുന്നത്? ഓൾമോസ്റ്റ് 36 ലക്ഷമാണ്. വേൾഡ് വൈഡ് സിനിമയ്ക്ക് 5.25 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു മലയാള സിനിമയാണ് നമ്മുടെ ഭയം ഭക്തി ബഹുമാനം എന്ന് പറഞ്ഞ ലാലേട്ടൻ ദിലീപ് സിനിമ. ഓൾമോസ്റ്റ് മോശമാണെങ്കിലും സിനിമയ്ക്ക് 50 കോടിയിലോട്ട് പോവുകയാണ് സിനിമയുടെ വേൾഡ് വൈഡ്. കഴിഞ്ഞ 11 ദിവസത്തെ കേരള ബോക്സ് ഓഫീസും വേൾഡ് വൈഡ് പരിശോധിക്കുമ്പോൾ സിനിമ കേരളത്തിൽ ഓൾമോസ്റ്റ് 25.48 ലക്ഷമാണ് കളക്ഷൻ കേരളത്തിൽ സിനിമയ്ക്ക് ടോട്ടൽ. വേൾഡ് വൈഡ് ആണെങ്കിൽ സിനിമയ്ക്ക് 47.20 ലക്ഷമാണ്. അങ്ങനെ സിനിമ 12-ാം ദിവസം ഒഫീഷ്യലായിട്ട് 50 കോടി ക്ലബിലോട്ട് എൻട്രി ചെയ്യാൻ പോവുകയാണ്. മറ്റൊരു സിനിമയാണ് നമ്മുടെ 10 തല എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ അരുൺ വിജയ് അഭിനയിച്ച ഒരു തമിഴ് സിനിമയും കൂടിയാണ് 10 തല എന്ന് പറഞ്ഞ സിനിമ. സിനിമയിൽ 4 ദിവസത്തെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് പരിശോധിക്കാൻ നമുക്ക് ഓൾമോസ്റ്റ് സിനിമയ്ക്ക് വേൾഡ് വൈഡ് കഴിഞ്ഞ 4 ദിവസം കൊണ്ട് 2.35 കോടിയാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ അരുൺ വിജയ് അഭിനയിച്ച പേട്ടത്തല എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും വളരെ മോശമായ ഒരു സ്റ്റാർട്ട് തന്നെയാണ് പേട്ടത്തല എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്ക് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു സിനിമയാണ് ആനക്കോണ്ട ഫ്രാഞ്ചൈസിലെ ആനക്കോണ്ട എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ആനക്കോണ്ട ഫ്രാഞ്ചൈസിൽ ഒരു കോമഡി ജനറിൽ പുറത്തിറങ്ങുന്ന ഫസ്റ്റ് സിനിമയും കൂടിയാണിത്. എന്തായാലും സിനിമയുടെ കേരളത്തിൽ നല്ലൊരു കളക്ഷൻ ഉണ്ടോ ചോദിക്കുകയാണെങ്കിൽ വളരെ മോശം തന്നെയാണ്. 23.15 ലക്ഷമാണ് കഴിഞ്ഞ 4 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. പിന്നെ ടോട്ടലി ഇന്ത്യയിൽ നിന്ന് സിനിമ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 5.35 ലക്ഷമാണ് ടോട്ടലി ഇന്ത്യയിലെ ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്ന ആനക്കോണ്ട എന്ന സിനിമ കഴിഞ്ഞ 4 ദിവസം കൊണ്ട്. വളരെ മോശമായ ഒരു ഓപ്പണിംഗ് സ്റ്റാർട്ട് തന്നെയാണ് സിനിമയ്ക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു ഹിന്ദി ബോളിവുഡ് സിനിമയാണ് ദുരന്തർ എന്ന് പറഞ്ഞ സിനിമ. രൺവീർ സിംഗ് ഒക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് 2ാം ഭാഗം വരുന്നുണ്ട് അടുത്ത വർഷം, അല്ലെങ്കിൽ ഈ വർഷം 2026. ദുരന്തർ സിനിമയുടെ 24 ദിവസം കേരള ബോക്സ് ഓഫീസ് നോക്കുകയാണെങ്കിൽ 23 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 5.94 ലക്ഷമാണ്. 24-ാം ദിവസം ഞായറാഴ്ച 22 ലക്ഷം. അങ്ങനെ ടോട്ടൽ 24 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 6.16 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഹിന്ദി സിനിമ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ദുരന്തർ എന്ന സിനിമയ്ക്ക് ലോങ് റൺ ലഭിച്ചിട്ടുണ്ട് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ. ബ്ലോക്ക് ബസ്റ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് സിനിമ കേരള ബോക്സ് ഓഫീസിൽ. മറ്റൊരു ഇംഗ്ലീഷ് സിനിമയാണ് അവതാർ എന്ന സിനിമയുടെ 3ാം ഭാഗം. ജെയിംസ് കാമറോന്റെ സിനിമ കഴിഞ്ഞ 10 ദിവസത്തെ ബോക്സ് ഓഫീസാണ് കാണാൻ സാധിക്കുന്നത്. സിനിമ 9 ദിവസം കൊണ്ട് 7.37 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. ഞായറാഴ്ച ദിവസം സിനിമയ്ക്ക് 10ാം ദിവസം 58 ലക്ഷമാണ് കേരളത്തിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 10 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 7.95 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. 7.95 ലക്ഷം. നല്ലൊരു സൂപ്പർ വീക്കെൻഡാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ സിനിമ ബോക്സ് ഓഫീസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ്.